വളരെ പ്രതീക്ഷകളോടെ തന്നെയാണ് പുതിയൊരു മാസം ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് മെയ് മാസം 1. മെയ് മാസവുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ മാസം നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ചില കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അനിവാര്യമാണ്. ഇവിടെ വളരെ മനോഹരമായ 2 ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതിൽ ആദ്യത്തേതായ ചിത്രം ഉപ്പന്റെ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം കാക്കയുടെ ചിത്രമാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഏവരും ചെയ്യേണ്ടതായ കാര്യം, നിങ്ങൾ ഏറ്റവും കൂടുതലായി വിശ്വസിക്കുന്ന, നിങ്ങൾക്കൊപ്പം എപ്പോഴുമുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നതായ ആ ശക്തി ആരാണോ, ആ ശക്തിയെ ഒരു നിമിഷം മനസ്സിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, മനസ്സിൽ നിങ്ങൾ സ്മരിക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഇപ്രകാരം സ്മരിച്ചുകൊണ്ട് ഈ മാസം ഏറ്റവും അനുകൂലമായി തീരണം എന്നും മുൻപ് അനുഭവിച്ചു പോന്നിരുന്നതായ പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിഹാരം ഈ മാസം അനുഭവവേദ്യമാകണം, അല്ലെങ്കിൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായി സംഭവിക്കേണ്ടതായ ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഈ സമയം ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി കണ്ണുകൾ പതുക്കെ തുറന്ന് ആദ്യം ഏത് ചിത്രമാണോ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കടന്ന് വന്നിട്ടുള്ളത് ആ ചിത്രം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഉപ്പനെയോ കാക്കയെയോ നിങ്ങൾ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് മാറ്റാൻ പാടുള്ളതല്ല. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഇനി ഈ മാസം മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഏവരും നിങ്ങൾ വിശ്വസിച്ച ആ ശക്തിയുടെ നാമം ഈ മാസം അനുകൂലമായി തീരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കമന്റായി രേഖപ്പെടുത്തൂ. ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്. ചിലർക്ക് വേണ്ടി ഈ സമയം ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരാം. ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടു നൽകേണ്ടതായ ഒരു സാഹചര്യം ഈ മാസം നിങ്ങൾക്ക് രൂപപ്പെടാവുന്നതാണ്. ഈ സമയം ഈ മാസം സ്വന്തം കാര്യങ്ങളെക്കാൾ മറ്റു ചില വ്യക്തികൾക്ക്, സുഹൃത്തുക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ വേണ്ടി പ്രവർത്തിക്കേണ്ടതായ സമയം ചെലവഴിക്കേണ്ടതായ, അല്ലെങ്കിൽ പലവിധ സഹായങ്ങൾ പല കാര്യങ്ങളും ചെയ്യേണ്ടതായ സാഹചര്യം വന്നു ചേരാം. കുടുംബാംഗങ്ങൾക്കും കുടുംബത്തിനും വളരെയധികം പ്രാധാന്യം നൽകുന്ന ദിവസങ്ങളായി തന്നെ മാറുകയും ചെയ്യാം. എന്നാൽ അതിന് പ്രത്യുപകാരമായോ അല്ലെങ്കിൽ അതിന് പകരമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ലഭിക്കണം എന്നില്ല. ഒരു നല്ല വാക്ക് പോലും ലഭിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. പകരം ചില വിഷമങ്ങൾ അവരുമായി ബന്ധപ്പെട്ടോ ചില തർക്കങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും അവരിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതകൾ തുലോം കുറവായിരിക്കും. പല കാര്യങ്ങളിലും ഒറ്റപ്പെടൽ അനുഭവപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ സമയമാണ്. നിങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളെ ചില വ്യക്തികൾ വല്ലാതെ തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് സ്നേഹിക്കുന്നവരോ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട വ്യക്തികൾ പോലും ആകാം. അത്തരത്തിൽ ചില തെറ്റിദ്ധാരണകൾ, തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. പലരെയും വിശ്വസിക്കാൻ ഭയപ്പെടുകയോ ആരെ വിശ്വസിക്കണം എന്നൊരു ആശയക്കുഴപ്പം സംഭവിക്കാൻ സാധ്യതയുള്ള മാസമാണ്.
ചില വ്യക്തികൾക്ക് നിങ്ങളെ ചതിക്കണം എന്നൊരു ചിന്ത ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ അവർ പ്രവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ തീർച്ചയായും ആ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ധനപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് തന്നെ കാണുന്നു. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രതിഫലം ലഭിക്കാത്തതായ സാഹചര്യം മുൻപുണ്ടായിരുന്നു എങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷമതകൾ അനുഭവിച്ച് പോരുന്നവർ കൂടിയാകാം നിങ്ങൾ. എന്നാൽ കയ്യിൽ ഈ സമയം പണം വന്നു ചേർന്നാലും അത് ചിലവായി പോകുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഒരല്പം ചിലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലായ ഒരു സമയം തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. അതിനാൽ ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ സമ്പാദ്യം ചെലവഴിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും വളരെയധികം സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിൽ ചില സ്വപ്നങ്ങളെങ്കിലും സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. സാമ്പത്തിക ഭദ്രത കൈവരണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ചില തടസ്സങ്ങൾ ജീവിതത്തിൽ അനുഭവഭേദ്യമാകുന്ന സാഹചര്യം പോലുമുണ്ട്. അതിലൊരു മാറ്റം വരണം എന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മാനസികപരമായി നോക്കുമ്പോൾ വല്ലാതെ തളർച്ച നേരിടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും നിരാശ പോലും നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതകൾ ഈ സമയമുണ്ട്. എന്നാൽ ജീവിതത്തിൽ വരാൻ പോകുന്ന പല മാറ്റങ്ങൾക്കും സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ്. നിങ്ങൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചു പോന്നിരുന്ന സങ്കടങ്ങൾക്കും വിഷമതകൾക്കും ചില പരിഹാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത തുലോം കൂടുതലായ ഒരു സമയം തന്നെയാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില പോസിറ്റീവായ കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യത തുലോം കൂടുതലാണ്. ധനപരമായ കാര്യങ്ങളിൽ ചില സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. ചില തടസ്സങ്ങളെങ്കിലും ഒഴിഞ്ഞു പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഭാഗ്യം പലപ്പോഴും ലഭിച്ചിട്ടില്ല എങ്കിലും ഈ സമയം ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരിശ്രമങ്ങൾക്ക് പെട്ടെന്ന് ഫലം സിദ്ധിച്ചു എന്ന് വരാം. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ മാറ്റി വച്ചിട്ടുള്ളതായ ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യമായി മാറാം. വിവാഹവുമായി ബന്ധപ്പെട്ട് പോലുമാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ധനപരവും തൊഴിൽപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത തുലോം കൂടുതലായ ഒരു സമയം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങളെ വില കുറച്ച് കണ്ടിരുന്ന വ്യക്തികൾക്ക് പോലും നിങ്ങളെ അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് പോലും സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം. അതിന് അധികം വിദൂരമല്ല ആ ദിവസങ്ങൾ എന്നുള്ളതാണ്. ജീവിതത്തിൽ ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സന്തോഷത്തിലെത്തിക്കും എന്നതാണ് വാസ്തവം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തിരികെ വരാനുള്ള ശ്രമങ്ങൾ അത് വിജയത്തിലെത്തുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ വളരെ വേദനിപ്പിച്ചിട്ടുള്ളതായ വ്യക്തികളുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. വളരെയധികം ചിന്തകൾ കടന്നുകൂടുന്ന സാഹചര്യമുണ്ട്. അത് പലവിധ വിഷമതകൾക്കും കാരണമാകുന്നു. ഉറക്കം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അത്തരം ചിന്തകൾ അത് പൂർണ്ണമായും ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ചുരുക്കി പറയുകയാണ് എങ്കിൽ നിങ്ങൾ പുതിയൊരു അധ്യായം തുടങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് ഈ സമയം മുന്നോട്ട് നീങ്ങുക. രണ്ടാമത്തെ ചിത്രമായ കാക്കയെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. കാക്കയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം.
പിതൃക്കളുമായി ബന്ധപ്പെട്ട് പോലും പരാമർശിക്കപ്പെടുന്ന ഒരു പക്ഷിയാണ് കാക്ക. കാക്കയെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം ചില കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണർന്നു നിൽക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരും. വളരെയധികം പ്രതിസന്ധികളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും മുന്നോട്ട് വന്നിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ അത് തുടർക്കഥയായി വന്നുകൊണ്ടിരിക്കുന്നു എന്നതും വാസ്തവമാണ്. നിങ്ങൾക്ക് അർഹിക്കുന്നതായ സ്നേഹം പോലും അത് സ്വന്തം വീട്ടിൽ നിന്നാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയിൽ നിന്നാണ്, അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്നാണ് എങ്കിൽ പോലും ലഭിക്കാത്തതായ പല കാര്യങ്ങളുമുണ്ട്. അതായത് സ്നേഹം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ലഭിക്കാത്ത അവസ്ഥയോ ചില തർക്കങ്ങളോ ജീവിതത്തിലുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ സംതൃപ്തരല്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഉത്തരവാദിത്തങ്ങൾ നോക്കുമ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ചുമലിലുള്ളത് എന്നും നിസ്സംശയം പറയാം. എന്നാൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ട് പോലും, എത്ര തന്നെ പ്രതിസന്ധികൾ വന്നാൽ പോലും നിങ്ങൾ തളരില്ല എന്നതാണ് വാസ്തവം. സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർന്നു വരാൻ നിങ്ങൾക്ക് സാധിക്കുന്ന വ്യക്തികളാണ് എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രത്യേകമായ കഴിവ് ജീവിതത്തിൽ സിദ്ധിച്ചിട്ടുള്ളവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തോറ്റു കൊടുക്കുവാൻ മനസ്സില്ലാത്ത സാഹചര്യം വന്നു ചേരും. സങ്കടങ്ങളുണ്ട് എങ്കിലും തോറ്റു കൊടുക്കാതെ വിജയത്തിലേക്ക് മുന്നേറുവാൻ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു മാസമായി തന്നെ മാറാം. പുറത്ത് പല കാര്യങ്ങളും പ്രകടമാക്കാതെ, അതായത് വിഷമം മനസ്സിൽ തന്നെ നിലനിർത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ബോൾഡായി തീരുമാനങ്ങൾ എടുക്കുവാനും നിൽക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. പലരും നിങ്ങളെ അഹങ്കാരിയാണ് എന്ന് പോലും തെറ്റിദ്ധരിക്കുന്ന സാഹചര്യമായിരിക്കും ഈ മാസം നിങ്ങളിലേക്ക് വന്നു ചേരാ. അല്ലെങ്കിൽ പ്രധാനമായും നിങ്ങൾക്ക് ഇമോഷൻ പോലും ഇല്ലാത്ത വ്യക്തികളാണ് എന്ന് പോലും മറ്റുള്ളവർക്ക് ഒരു തെറ്റിദ്ധാരണ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ചില വ്യക്തികൾക്ക് നിങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ പലർക്കും അത് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. മനസ്സ് വല്ലാതെ ചിന്തിച്ച് കൂട്ടുന്ന സാഹചര്യം ഈ മാസം ഉണ്ടായി എന്ന് വരാം. പല കാര്യങ്ങളിലേക്കും നിങ്ങളുടെ ചിന്തകൾ കടന്നു പോകാം. അത് അതിര് കടന്ന ചിന്തകളാകാം എന്നതും വാസ്തവം തന്നെയാണ്. ചില വ്യക്തികൾ നിങ്ങളെ കുറ്റം പറയുവാനോ അല്ലെങ്കിൽ വിമർശിക്കുവാനോ സാധ്യതകളുണ്ട്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ട മാസം തന്നെയാണ് മുൻപിലുള്ളത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പലവിധ സംശയങ്ങൾ തോന്നാം. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നൊരു ചിന്ത പോലും ഉടലെടുക്കുവാനുള്ള സാധ്യത കൂടുതലുള്ള മാസമാണ്. എന്നാൽ നിങ്ങൾക്കത് സാധിക്കും എന്ന ബോധ്യത്തോടെ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ടതായ കാര്യമാണ് മുൻപിലുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു മാസമാണ് മുൻപിലുള്ളത്. പല കാര്യങ്ങളിലും ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രണയ ജീവിതത്തിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പോലുമാകാം. ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എടുത്ത് പറയേണ്ടതായ കാര്യമാണ്. നിങ്ങൾക്ക് പലരിൽ നിന്നും ലഭിക്കാത്തതായ സന്തോഷം ചിലരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലായ ഒരു സാഹചര്യമാണ് മുൻപിലുള്ളത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം പ്രധാനമായും സംഭവിക്കാൻ പോകുന്ന, ഈ മാസം സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ കഷ്ടപ്പെട്ടതിനുള്ള മറുപടി നിങ്ങൾക്ക് ഈ മാസത്തിലൂടെ നൽകുവാൻ സാധിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ പോകുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. കരിയർ പരമായി നോക്കുകയാണ് എങ്കിലും, ധനപരമായ കാര്യങ്ങളിലാണ് എങ്കിലും ഒരു മാറ്റം അനുഭവവേദ്യമാകാം.
ഒരു പുതിയ ബിസിനസ് അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിലേക്ക് മാറുക അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കായുള്ള പരിശ്രമങ്ങൾ വിജയത്തിലെത്തുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലായ സമയമാണ്. നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. അത് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിലും അനുകൂലമാകാം. തടസ്സങ്ങൾ അകന്ന് നിങ്ങൾക്ക് കഠിനാധ്വാനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവൃത്തികൾക്ക് ഒരു ഫലം ലഭിക്കുന്ന സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സമയം മറ്റുള്ളവർ കുറ്റപ്പെടുത്തി എങ്കിൽ പോലും അതിൽ തളരാതെ മുന്നോട്ട് പോയ നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി തന്നെ മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കാം. പല കാര്യങ്ങളിലും നിങ്ങളുടെ തീരുമാനങ്ങൾ, പ്രവൃത്തികൾ അല്ലെങ്കിൽ ഗുണഫലങ്ങൾ കണ്ട് മറ്റുള്ളവർക്ക് പോലും അസൂയ തോന്നാവുന്ന ഒരു സാഹചര്യം ഈ സമയം രൂപപ്പെടാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാണ്. ചില വ്യക്തികൾ നിങ്ങൾക്കൊപ്പം നിൽക്കുകയും ചില വ്യക്തികൾ പിന്നീട് നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ പാടുള്ളതല്ല. നിങ്ങൾ വളരെ സൈലന്റായി പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. പല കാര്യങ്ങളിലും അപ്രകാരമാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അത് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നിശബ്ദമായി തന്നെ ചില കാര്യങ്ങൾ പ്രവർത്തിച്ച് വിജയം വരിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നതായ ആ പ്രശ്നങ്ങളെ വലുതാക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയും ഒരു പരിഹാരം നിങ്ങളിലേക്ക് കടന്ന് വരികയും ചെയ്യാം. ചില ആഗ്രഹങ്ങൾ അത് നടത്തിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളും രൂപപ്പെടാം. മനസ്സിലെ ഭാരങ്ങൾ പലതും ഇറക്കി വയ്ക്കുവാനും പല കാര്യങ്ങളിലും പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് പ്രയത്നങ്ങൾ നടത്തുന്നതിലൂടെ വിജയങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്യാം. വിജയം വരിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നത്. ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകണം. എന്നാൽ മുൻപ് പരാമർശിച്ച കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്.